ഇസ്ലാമിക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ച ഒരു ദിവസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രവാചകൻ മുഹമ്മദിന്റെ ജീവിതത്തിലെ അവസാന നാളുകളിൽ നടന്ന, നൂറ്റാണ്ടുകളായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം. അതെ, ആ നിർണായകമായ വ്യാഴാഴ്ച യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. പ്രവാചകന്റെ സഹചാരിയായിരുന്ന ഇബ്നു അബ്ബാസിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ ദിവസത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. വെറുമൊരു ഓർമ്മയല്ല, ഹൃദയത്തിൽ തറച്ചൊരു വേദനയാണ് ഈ വാക്കുകളിൽ. എന്തുകൊണ്ടാണ് അദ്ദേഹം അത്രയധികം വേദനിച്ചത്? എന്താണ് ആ വ്യാഴാഴ്ചയെ ഒരു വിപത്താക്കി മാറ്റിയത്? ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം പ്രവാചകന്റെ മരണത്തിന് വെറും 3 ദിവസം മുൻപാണ്. കടുത്ത രോഗബാധിതനായി മരണക്കിടക്കയിലായിരിക്കുമ്പോഴും തനിക്ക് ശേഷം തന്റെ സമുദായത്തിന് എന്ത് സംഭവിക്കും എന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ആ സമയത്താണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം മുന്നോട്ടുവച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ രോഗത്താൽ അവശനായി കിടക്കുന്നു, ചുറ്റും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെല്ലാമുണ്ട്. ആ ഒരു അവസ്ഥയിലും തന്റെ സമൂഹത്തിനു വേണ്ടി, അവർക്ക് വഴികാട്ടിയാകാൻ വേണ്ടി ഒരു രേഖ തയ്യാറാക്കാനായി അദ്ദേഹം പേനയും കടലാസും ചോദിക്കുകയാണ്. ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ എന്തെങ്കിലും എഴുതാനല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിന്റെ ലക്ഷ്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും വഴിപിഴക്കാത്ത ഒരു രേഖ. അതായത്, തനിക്ക് ശേഷം തന്റെ സമൂഹം ആശയക്കുഴപ്പത്തിലാകാനോ വഴിതെറ്റിപ്പോകാനോ പാടില്ല എന്നതായിരുന്നു ആ രേഖയുടെ ഉദ്ദേശം. കേൾക്കുമ്പോൾ വളരെ ലളിതമായൊരാവശ്യമായി തോന്നാം, അല്ലേ? എന്നാൽ ആ മുറിയിൽ സംഭവിച്ചത് അതല്ല. ആ ഒരൊറ്റ ആവശ്യം വലിയൊരു തർക്കത്തിന് തിരികൊളുത്തി. ചരിത്രത്തിൽ ഈ സംഭവം പിന്നീട് അറിയപ്പെട്ടത് റസിയത്ത് യൗമുൽ ഖമീസ്, അതായത് വ്യാഴാഴ്ചയിലെ വിപത്ത് എന്ന പേരിലാണ്. അപ്പോ ഇതാണ് ആ തർക്കത്തിന്റെ കേന്ദ്രബിന്ദു. ഒരു വശത്ത് തന്റെ സമൂഹത്തെ വഴിപിഴക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ പ്രവാചകനൊരു രേഖ എഴുതാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ മറുവശത്ത് സ്വഹീഹ് അൽ ബുഖാരി പോലുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നതനുസരിച്ച് ഉമർ ഇബ്നു അൽ ഖത്താബ് പറയുന്നു, പ്രവാചകന് രോഗം കഠിനമാണ്, നമുക്ക് അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ മതി. പ്രവാചകന്റെ വേദന കണ്ടിട്ടുള്ള സഹതാപം കൊണ്ടും മാർഗനിർദ്ദേശത്തിന് ഖുർആൻ തന്നെ ധാരാളമാണെന്ന വിശ്വാസം കൊണ്ടുമാണ് ഉമർ അങ്ങനെ പ്രതികരിച്ചതെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ പ്രവാചകന്റെ നേരിട്ടുള്ള കൽപ്പനയെ എന്തിനു ചോദ്യം ചെയ്തു എന്ന് മറുവിഭാഗം ശക്തമായി ചോദിക്കുന്നു. ആ മുറിയിലെ അഭിപ്രായ വ്യത്യാസം പിന്നീടൊരു ബഹളമായി മാറി. ശബ്ദങ്ങളുയർന്നു. ഈ തർക്കം കണ്ട പ്രവാചകൻ അവരോടവിടുന്ന് എഴുന്നേറ്റു പോകാൻ ആവശ്യപ്പെട്ടു. അവസാനം എന്ത് സംഭവിച്ചു? ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടായിരുന്ന ആ മാർഗനിർദ്ദേശം, ആ രേഖ എഴുതപ്പെട്ടില്ല. അപ്പോ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? പ്രവാചകന്റെ ഒരു ആഗ്രഹം, അതും അദ്ദേഹം മരണക്കിടക്കയിലായിരിക്കുമ്പോൾ, അത് നിരസിക്കുന്നത് ശരിയാണോ? പ്രവാചകനോടുള്ള അനുസരണത്തെക്കുറിച്ച് ഖുർആൻ എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. പ്രവാചകനെ അനുസരിക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ എന്തു പറയുന്നു എന്ന് നോക്കുമ്പോൾ പലയിടത്തും വളരെ ശക്തമായ കൽപ്പനകൾ കാണാൻ സാധിക്കും. അതിൽ വളരെ വ്യക്തമായ ഒന്നാണിത്: ദൂതൻ തരുന്നത് സ്വീകരിക്കുക, വിലക്കുന്നത് ഒഴിവാക്കുക. ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനൊന്നുമില്ല. ഈ വാദത്തിന് ഒന്നുകൂടി ശക്തി പകരുന്ന ഒരു ആയത്താണിത്. അതായത്, പ്രവാചകൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, മറിച്ച് അത് ദൈവത്തിൽ നിന്നുള്ള വെളിപാടാണ്, അഥവാ വഹിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൽപ്പനയെ ധിക്കരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവീക കൽപ്പനയെ ധിക്കരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ സ്രോതസ്സുകൾ വാദിക്കുന്നത്. അപ്പോൾ സ്രോതസ്സുകൾ മുന്നോട്ടുവയ്ക്കുന്ന ഈ ഖുർആനിക തെളിവുകൾ പ്രകാരം പ്രവാചകനെ അനുസരിക്കാതിരിക്കുന്നത് വെറുമൊരു നിസ്സാര കാര്യമല്ല, മറിച്ച് ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത് വ്യക്തമായ വഴികേട് അഥവാ വലാലൻ മുബീൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ആ എഴുത്ത് നടന്നില്ല. ഇനി നമ്മുടെയെല്ലാം മനസ്സിലുള്ള അടുത്ത ചോദ്യം ഇതാണ്: എന്തായിരുന്നു ആ രേഖയിൽ പ്രവാചകൻ എഴുതാൻ ഉദ്ദേശിച്ചത്? സമുദായത്തെ വഴിപിഴക്കാതെ നയിക്കാൻ മാത്രം ശക്തമായ എന്ത് മാർഗനിർദ്ദേശമായിരുന്നു അത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സമുദായത്തിന് വഴികാട്ടേണ്ടിയിരുന്ന ആ നിർദ്ദേശം എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയോ, അതോ മറ്റേതെങ്കിലും രൂപത്തിൽ പ്രവാചകൻ അത് കൈമാറിയിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ പരിശോധിക്കുന്ന സ്രോതസ്സുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നോട്ടുവയ്ക്കുന്നത്. വ്യാഴാഴ്ച ആ തർക്കം കാരണം അതെഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ മരണദിവസം രാത്രിയിൽ പ്രവാചകൻ അലിയെ അടുത്തു വിളിച്ച് ആ വിൽപത്രം പറഞ്ഞുകൊടുത്തു എന്നാണവർ പറയുന്നത്. ഇത് വിശുദ്ധ വിൽപത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് ആ വിൽപത്രത്തിലെ കാതലായ ഭാഗം. പ്രവാചകൻ തനിക്ക് ശേഷമുള്ള നേതൃത്വത്തിന് വളരെ വ്യക്തമായൊരു രൂപരേഖ നൽകുകയാണ്. അത് തുടങ്ങുന്നത് തന്റെ സഹോദരനും മരുമകനുമായ അലിയിൽ നിന്നാണ്. തുടർന്ന് 12 ഇമാമുകളുടെ ഒരു ശൃംഖലയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഈ 12 പിൻഗാമികൾ എന്ന ആശയം എവിടെ നിന്നാണ് വരുന്നത്? ഇത് ആ വിൽപത്രത്തിൽ മാത്രം കാണുന്ന ഒന്നാണോ? അല്ല. ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഈ ആശയത്തിന് വലിയ വേരുകളുണ്ട്. ഈ 12 എന്ന സംഖ്യയുണ്ടല്ലോ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, പ്രവാചകനു ശേഷം
12 നേതാക്കൾ അഥവാ ഖലീഫമാർ വരുമെന്ന് പറയുന്ന ഹദീസുകൾ സുന്നി ഷിയ വിഭാഗങ്ങളുടെയെല്ലാം ഗ്രന്ഥങ്ങളിൽ ഒരുപോലെ കാണാൻ സാധിക്കും. സംഖ്യയുടെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ 12 പേർ ആരൊക്കെയെന്നതിലാണ് പ്രധാന അഭിപ്രായ വ്യത്യാസം. അപ്പോ ഈ പറയുന്ന വിശുദ്ധ വിൽപത്ര പ്രകാരവും മറ്റ് സ്രോതസ്സുകൾ അനുസരിച്ചും ദൈവികമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ 12 ഇമാമുകളുടെ പൂർണ്ണമായ ലിസ്റ്റാണിത്. അലി ഇബ്ന് അബി താലിബിൽ തുടങ്ങി 12ാമത്തെ ഇമാമായ അൽ മഹദിയിൽ അവസാനിക്കുന്ന ഒരു തുടർച്ചയായ നേതൃത്വ ശൃംഖല. അപ്പോൾ ഒരു സംശയം വരാം. ആരാണ് ഈ ഇമാമുകൾ? എന്താണ് അവരുടെ പ്രത്യേകത? അവർ വെറും രാഷ്ട്രീയ ഭരണാധികാരികൾ മാത്രമാണോ? അല്ല. സ്രോതസ്സുകൾ അനുസരിച്ച് അവർ അഹ്ലുൽ ബൈത്ത്, അതായത് പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാകണം, എല്ലാ പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ദൈവം തന്നെ നേരിട്ട് ശുദ്ധീകരിച്ചവരാകണം, അതുപോലെ മനുഷ്യരാശിയെ നയിക്കാൻ ദൈവം നേരിട്ട് നിയോഗിച്ചവരുമാകണം. ശരി. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ചയിലെ സംഭവം കണ്ടു, അനുസരണത്തെക്കുറിച്ചുള്ള ഖുർആൻ വാക്യങ്ങൾ കണ്ടു, പിന്നെ വിശുദ്ധ വിൽപത്രത്തെക്കുറിച്ചും സംസാരിച്ചു. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ എന്തു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്? ഇതാണ് ഈ വാദത്തിന്റെയെല്ലാം കാതൽ. യഥാർത്ഥ മാർഗനിർദ്ദേശം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ മാത്രം പോരാ. ആ ഖുർആനെ ശരിയായി വ്യാഖ്യാനിച്ചു തരാൻ കഴിവുള്ള ദൈവികമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ 12 ഇമാമുകളുടെ മാർഗനിർദ്ദേശവും വേണം. ഇവ രണ്ടും ഒരുമിച്ചു പോകുന്ന, ഒരിക്കലും വേർപിരിയാത്ത 2 വഴികാട്ടികളാണ് എന്നാണ് ഈ സ്രോതസ്സുകൾ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പ്രവാചകന്റെ വാക്കുകൾ? നിങ്ങൾക്കൊരിക്കലും വഴിപിഴക്കാത്തൊരു രേഖ. ആ വാഗ്ദാനം പൂർത്തിയാവുന്നത് ഇവിടെയാണ്. ഖുർആനും തന്റെ കുടുംബത്തിലെ ഈ 12 പിൻഗാമികളും ചേരുമ്പോഴാണ് ആ വഴിപിഴക്കാത്ത പാത പൂർണ്ണമാകുന്നത് എന്നാണ് ഈ വാദത്തിന്റെ പൊരുൾ. ഇത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുറിയിൽ നടന്നൊരു തർക്കം, എഴുതാൻ കഴിയാതെ പോയ ഒരൊറ്റ വിൽപത്രം, അതിന്റെ പ്രതിധ്വനികൾ ഇന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെയും അവരുടെ ആത്മീയ പിന്തുടർച്ചയെയും എങ്ങനെയാണ് നിർവചിക്കുന്നത്? ചരിത്രത്തിലെ ഒരു നിമിഷത്തിന് കാലത്തെ അതിജീവിക്കാൻ ഇത്രയധികം ശക്തിയുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. കൂടുതൽ ചിന്തകൾക്കായി വിടുങ്ങി.